ഇന്ന് ഒക്ടോബർ മാസം 7-ാം തീയതി 5ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോകുന്നത് നവംബർ മാസം 5 മുതൽ. ഇനി കേവലം 28 ദിവസമേ നിങ്ങളെ പരീക്ഷയ്ക്കുള്ളൂ. കഷ്ടി ഒരു മാസം. വളരെയധികം നിർണായകമായ സെമസ്റ്റർ പരീക്ഷകളിൽ ഒന്നാണ് 5ാം സെമസ്റ്റർ പരീക്ഷ. പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ വീണ്ടും പരീക്ഷ എഴുതണമെന്ന് മാത്രമല്ല, ഓരോ വർഷത്തിലും പ്രത്യേകിച്ച് ബികോമിൻ്റെ ഇൻകം ടാക്സ് എന്ന IT എന്ന സബ്ജക്റ്റ് ഓരോ വർഷവും റിവൈസ് ചെയ്യുന്നത് കൊണ്ട്, പുതിയ ബുക്ക് ഉള്ളത് കൊണ്ട് നിങ്ങൾ അതുകൂടി പഠിക്കേണ്ടി വരും. ഒരു വഴിക്ക് പോകുന്നതല്ലേ, പരീക്ഷയ്ക്ക് പഠിച്ചേക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. സപ്ലിമെൻ്ററി എക്സാമിന് വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഇൻകം ടാക്സ് പോലുള്ള പുതിയ ബുക്കുകളൊക്കെ വീണ്ടും വായിച്ച് പഠിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു, എവിടെ നിന്നാണ് PYQ അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക എന്ന്. കോളേജ് ലൈബ്രറിയിൽ പലപ്പോഴും ഇത് ഡാറ്റാബേസിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. നിങ്ങളുടെ കോളേജിലത്തെ ലൈബ്രറിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് HODs കാണുക, ഈ കാര്യം പറയുക, ഫോട്ടോ കോപ്പി എടുക്കുക, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക, പഠിച്ച് മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.